നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് റെവലേഷൻ ചാപ്റ്റർ 5 ആണ്. Amen. Today we're going to ponder upon the words in Revelations. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിൽ മുദ്രയിട്ട് ഒരു പുസ്തകം കണ്ടു. കണ്ടിന്യൂ ചെയ്ത്. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അതിനെ നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഈ വചനം ധ്യാനിക്കാം. In the name of Lord Jesus Christ, let us meditate on these verses. ഹല്ലേലൂയ. പലരും ഇപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലർ എന്നോട് പറഞ്ഞു ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലർക്കും പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് കേൾക്കാം. When teaching Revelation, some are saying that it is very difficult. Like if they teach, they find it problematic in teaching. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞത് റെവലേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടു, പിന്നുള്ള ഇതിൽ വരുന്ന ട്രിബുലേഷൻ പീരീഡിൽ നമ്മളില്ലല്ലോ, പിന്നെന്തിനാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു. ഇങ്ങനെ പറയുവാനിടയായി. One pastor said that there is no need to study Revelation because after we are taken, there is the things that are happening. It is written in this book. ഈ റെവലേഷൻ അത്യാവശ്യമാണെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി. What I understood that when I read this book, hallelujah, it is necessary for us to understand and study it. കാര്യം 1-ാം അധ്യായത്തിൽ ശരിക്കും യോഹന്നാൻ കണ്ട, പത്മോസിൽ കണ്ട ദൈവത്തെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഹല്ലേലൂയ സ്തോത്രം, അത് വായിച്ചപ്പോൾ നമുക്കും ഒരു സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തിനെ പറ്റി ഒരു ഐഡിയ നമുക്കും ലഭിക്കുവാനിടയാകും. Because when I read the first chapter, hallelujah, it is about Jesus Christ, how Jesus Christ is and where he is in heaven, hallelujah, how is his appearance, about the things about Jesus Christ. I got to know when I read the first chapter. കാര്യം അതിൻ്റെ 1-ന്റെ 4 പറയുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ, ഹല്ലേലൂയ സ്തോത്രം. I mean, in 4 it says, grace to you and peace from him who is and who was and who is to come, and from the 7 spirits who are before his throne. ക്രിസ്തുവിനെ 3 നിലകളിൽ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. So in that verse we see Christ in 4 levels. പിന്നെ അങ്ങോട്ട് താഴോട്ട് കാണുമ്പോൾ കർത്താവിനെ പറ്റിയുള്ള മഹത്വം, ഹല്ലേലൂയ, നാം നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച ധരിച്ചവനായി മനുഷ്യപുത്ര, ആ വിശുദ്ധിയെ പൂർണ്ണതയെ കാണിക്കുന്ന ആ ഒരു അപ്പിയറൻസ് അവിടെ അതിൻ്റെ 13-ഉം 14-ഉം ഒക്കെ കാണുവാനിടയാകും. In 13 and 14 we see the appearance of Jesus Christ in heaven. His holiness, we see how holy he is in heaven. 14-ലൊക്കെ കർത്താവിൻ്റെ മനസ്സും കർത്താവിൻ്റെ ആ പിതാവിൻ്റെ സ്വഭാവമുള്ള വെളുത്ത മഞ്ഞ് പോലുള്ള മുടി, അല്ലെങ്കിൽ അതൊക്കെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ കാലിനെ പറ്റി പറയുന്നത് വെള്ളോട്ടിന് സദൃശ്യമായ ബലത്തെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തിയെ, അല്ലെങ്കിൽ ദൈവ ന്യായവിധിയിൽ തീഷ്ണതയുള്ളവനാണെന്ന്, ഹല്ലേലൂയ സ്തോത്രം, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. When it is again in 15 it shows about his feet, how he stands for righteousness, how strong he is, hallelujah. These are the understandings from all these verses. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മളെ ശിക്ഷിക്കുന്നില്ല എങ്കിലും പക്ഷെ നമ്മുടെ പാപത്തെ കണക്കിടാതിരിക്കുകയില്ല കർത്താവ്. I mean, he is not, in Psalms it says that he is not punishing us according to our sins, but he won't let it go. ഇവിടെ ആ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്ന യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ വെളിപ്പാടല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ള ഞാൻ തൻ്റെ സഹോദരന്മാരെ കാണിക്കേണ്ടതിന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. Revelation 1 tells about the revelation of Jesus Christ. Hallelujah. And furthermore he says that the things that
which must soon take place, and he sent and communicated it by the angels to his bond servant John. അതിൻ്റെ നാലിൻ്റെ വെളിപ്പാട് പുസ്തകം 4:1 പറയുന്നത് മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. And 4 verses 1, after these things I looked, and behold, a door standing open in heaven, and the first voice which I heard, like the sound of a trumpet, speaking with me and said, Come up here, and I will show you what must take place after these things. ഞാൻ ചിന്തിക്കുമായിരുന്നു, ചരിത്രമെന്ന് പറയുമ്പോൾ, ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാല കാര്യമാണ്. I mean, when we know that history is the things that happened in the past, കർത്താവിന് അങ്ങനൊരു ഫ്യൂച്ചറൊന്നോ ആലയാസ്തോത്രം പാസ്റ്റ് ഒന്നുമില്ല. കർത്താവിനെല്ലാം പ്രസന്റ് ടെൻസ് ആണ്. Amen. For Jesus, there is no future or there is no past. Everything is in the present tense. Because of the foreknowledge of God. Because of the foreknowledge of God. കർത്താവിന് എന്തെല്ലാം മേലാൽ സംഭവിക്കാനുള്ളത് അത് ഹല്ലേലൂയ യോഹന്നാനോട് അറിയിക്കുന്നതായിട്ട് നമ്മൾ ഇപ്പം വായിച്ചു. Amen. In this book, John is revealing or giving revelations to Jesus, giving revelations to John about the things that is going to happen in the future. 7 സഭകളോടുള്ള ദൂത് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അത് നമ്മളോടുകൂടിയുള്ള ദൂതാണ്. I mean, if you read about the churches that is happening, that is written in 2 and 3, the things that is given, or the revelations that is given about the churches, it is also about us. അതുകൊണ്ട് റെവലേഷനെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അത് അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണത്. I mean, therefore we should not ignore revelation, because these are the truths which one as a Christian needs to know. റെവലേഷൻ ചാപ്റ്റർ 5ഉം 6ഉം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, സംഭവിക്കാൻ പോകുന്ന ചില ചരിത്രങ്ങൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഹിസ്റ്ററി ഹല്ലേലൂയ ദൈവം തരുവാണ് യോഹന്നാന്. Amen. Hallelujah. In Revelation 5 and 6, hallelujah, the things that are going to happen in the future, it is being told through this book. അതൊരു ചരിത്രമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞതല്ല, നടക്കാൻ പോകുന്ന ചരിത്രം. ഹല്ലേലൂയ. It is written so that, hallelujah, it is foretold. Hallelujah. ഇവിടെ 5:1 വായിക്കുമ്പോൾ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ 7 മുദ്രയാൽ ഒരു മുദ്രയിട്ടൊരു പുസ്തകം കണ്ടെന്ന് അവിടെ വായിക്കുവാൻ കഴിയുന്നു. 5 verses 1, I saw in the right hand of him who sat on the throne a book written inside and on the back, sealed with 7 seals. പിതാവായ ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. And one in heaven, on the earth or under the earth, was able to open the book. The God the Father seated on the throne എന്ന് ഞാൻ അവിടെ ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Okay. God the Father seated on the throne. Amen. Hallelujah. We see God the Father seated on the throne. അതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെന്ന് അവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ആ പരമാധികാരത്തെ, ആ സോവറിനിറ്റിയെ കാണിക്കുന്നു. Amen. When we read that, it shows his sovereignty. ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ ഈ അവിടെ താഴോട്ട് പറയുമ്പോൾ, ആ കർത്താവിൻ്റെ വലങ്കയിൽ 7 വലങ്കയിൽ എന്തുവാണ്, അതിലൊരു സ്ക്രോൾ അല്ലേ, അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. I mean, I saw in the right hand of him who sat on the throne a book written inside and on the back, sealed with 7 seals. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബുക്ക് എന്നാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്ക്രോളാണ്, അല്ലെങ്കിൽ ചുരുള്. Amen. Hallelujah. ആ ചുരുളിന് സാധാരണ ചുരുളുകൾക്ക് ഒരു സൈഡിലേ എഴുതത്തുള്ളൂ, പക്ഷെ ഇവിടെ അകത്തും പുറത്തും 2 മറുഭാഗത്തും എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ. I mean, we see a scroll, hallelujah, or a book, hallelujah, while it's written in the translation. A scroll usually is written on one side, but in this, hallelujah, the scroll is written on the front and on the back. നമുക്കറിയാം, നമ്മൾ ഈ ആധാരമൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡീഡ് എഴുതുമ്പോൾ ഹല്ലേലൂയ സ്വതന്ത്ര ഒരു സൈഡിൽ 2 സൈഡിലും എഴുതാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? I mean, when we write a deed, a land deed, hallelujah, sometimes we write on both the sides. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സാധാരണ അന്ന് റോമൻസിൻ്റെ ഹല്ലേലൂയ നിയമപ്രകാരം ഈ സ്ക്രോള് ഒരു സൈഡിലേ അവർ എഴുതത്തുള്ളായിരുന്നു. അത് ചുരുട്ടി വെച്ചിട്ട് അതിന്
7 മുദ്രയാൽ മുദ്രയിടണം എന്ന് അന്ന് റോമൻസിന്റെ ഒരു നിയമമായിരുന്നു. There was in the Roman period, a scroll needs to be written only on the one side, and it should be rolled and given. And on that scroll, there will be 7 seals, and it is for the reader to open it and read it. അതിന് യോഗ്യതയുള്ളവർക്ക് മാത്രമേ ആ സീൽ പൊട്ടിക്കാനുള്ള അധികാരമെന്നുള്ളായിരുന്നു. So the one who is authorized can only open that seal and read from it. ഹല്ലേലൂയ സ്തോത്രം. നമുക്കും ഇതുപോലെ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനെന്ത് കിട്ടും? ഒരു ഡീഡ് അല്ലേ, ഒരു പേപ്പർ, ഡീഡ് പേപ്പർ കിട്ടും. എന്തോ അതിന് പറയുന്നത്? ഡീഡ് അല്ലേ, ടൈറ്റിൽ ഡീഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്ക് കിട്ടും. അത് നമുക്കാണ് അധികാരമുള്ളത്. Amen. Hallelujah. When we buy a vehicle or any object, hallelujah, there is a deed or a scroll or a letter that is given, and it is to the authorized person to open and read it. ടൈറ്റിൽ ഡീഡ്, വണ്ടി വാങ്ങിക്കുമ്പോൾ, കാർ വാങ്ങിക്കുമ്പോൾ അതിന് പറഞ്ഞ ടൈറ്റിൽ ഡീഡ് എന്നാണ് പറയുന്നത്. I mean, if you buy a car, the deed or the letter is called a title deed. അതിന്റെ അർത്ഥം എന്തുവാണ്? ആ വണ്ടിയോടുള്ള അധികാരം അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് നമുക്കാണെന്ന് കാണിക്കുകയാണ്. Amen. Hallelujah. In that deed, it is written about who owns the car and who and what kind of thing who belongs to what. അവിടെ ആ സീൽസ് ബ്രോക്കൺ ആക്കിയതിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അത് 5-6 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ കുഞ്ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് പറ്റി? അതിൻ്റെ 6 പറയുന്നത് ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു അല്ലേ, രണ്ടാമത്തെ വാക്യത്തിൽ. I mean, in 5 verses 6, when the first seal was broken, the sight that was seen was a white horse. 6-ാം അധ്യായത്തിലാണ് ഈ സീൽ ബ്രോക്ക് ചെയ്യുന്നത്, 1 by 1 ആയിട്ട് ബ്രോക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. I mean, in Revelation chapter 6, we see the Lamb breaking the seal 1 by 1. ആദ്യത്തെ തുറന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഒരു വെള്ളക്കുതിര. Amen. Hallelujah. അതൊരു ഡിസെപ്ഷനെ കാണിക്കുന്ന കുതിരയാണ്. Amen. വഞ്ചനയെ കാണിക്കുന്നു. When the first seal was opened, hallelujah, a white horse was seen, and this white horse represents deception. രണ്ടാമത്തെ ചുവന്ന കുതിര, അതിനെ കാണിക്കുന്ന പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന അല്ലെ, അങ്ങനെയുള്ളൊരു കുതിരയാണ് അവിടെ കാണുന്നത്. When the second seal was opened, a red horse was seen. This red horse represents persecution or war. ഹല്ലേലൂയ. ഇതെല്ലാം സാത്താനെ കാണിക്കുകയാണ്. വെള്ളക്കുതിര എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെ, സാത്താനാണ്. അവൻ വെള്ള ധരിച്ച് വരുന്ന, നമ്മളെ വഞ്ചിക്കാനായിട്ട് വരുന്നവനാണത്. ഹല്ലേലൂയ സ്തോത്രം. I mean, the white horse again, which was said, represents deception, and it represents also Antichrist, which will come and deceives the people. മൂന്നാമത്തെ കുതിര കറുത്ത കുതിര, അത് ഇതിനെ ക്ഷാമത്തെ കാണിക്കുന്നു. I mean, the third horse of which was seen when the third seal was opened was the black horse, and it represents famine. നാലാമത്തെ കുതിര മഞ്ഞ നിറം, എന്താണ്? പെയിൽ കളർ. Hallelujah. And the fourth seal, when it was broken, a fourth horse was seen, and its color was pale, and it represents death. മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുവാനായിട്ടുള്ള അധികാരം ആ കുതിരയ്ക്ക് കൊടുക്കുന്നു. I mean, when this horse is seen, man will kill each other, and that is how the death will increase. ഇതെല്ലാം ചരിത്രം നേരത്തെ എഴുതി വച്ചിരിക്കുകയാണ്, സംഭവിക്കുവാൻ പോകുന്നത്. അത് ഹല്ലേലൂയ ഇപ്പോൾ അതേ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഉണ്ടാകുന്നത് ട്രിബുലേഷൻ പീരീഡിലാണ്, കഷ്ടകാലത്തും മഹാകഷ്ടകാലത്തും. I mean, these things are prophecies which are written before, and this will come to pass in the future when the time of tribulation is going to start. ഞാൻ ഇന്നലെ ന്യൂസ് വായിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ സിറിയയിൽ അവിടെ ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാരുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്രായേലിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന നല്ല ആൾക്കാരെ, നല്ലതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കുഴപ്പമുണ്ടായിരുന്ന അവരെ ഇപ്പോൾ സിറിയയിലുള്ള അവർ റിബൽസ് അറ്റാക്ക് ചെയ്യാൻ ഇടയായി നിൽക്കണമെന്നിടയായി. I mean, in this week's news, I heard about what's happening in Syria and Israel, the border. There's a tribe which is being attacked. It is a
peaceful tribe, but it is being attacked by the rebels of Syria. ആ റിബൽസിൻ്റെ അവരുടെ ആ റിലീജിയനോട് ചേരാത്തത് കൊണ്ട് അവർ ക്രിസ്ത്യൻസും ജൂയിഷുമായിട്ടുള്ള ആൾക്കാരെ ഇവർക്കത് ഒന്നുകിൽ അവർ ചേരണം അല്ലെ അവരുടെ കംപ്ലീറ്റ് നിർമൂലമാക്കണമെന്നാണ് ഈ റിബൽസിൻ്റെ ആഗ്രഹം. I mean, the main plan of the rebels is to destroy that tribe because it is not having the same faith as they are having. Whether it is a Jew or a Christian, they are trying to destroy them. ഡ്രൂസ് എന്ന് പറയും, DRUC, അങ്ങനെ ഒരു ഗോത്രമാണ്. ആ വർഗ്ഗക്കാരോടാണ് സിറിയൻ they are at risk now. ഹല്ലേലൂയ, സ്തോത്രം. I mean, the tribe's name is Druze. ഹല്ലേലൂയ. ഇതെല്ലാം സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. These are the things that are going to happen. പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്, ഡമാസ്കസ് പൂർണ്ണമായി നശിച്ചു പോകുമെന്ന്. I mean, the prophet has already foretold that the city of Damascus shall fully be destroyed. ചെയ്തിട്ടില്ല, ഇത് സംഭവിക്കും. കാര്യം കഴിഞ്ഞ ആഴ്ച 1-2 ബോംബ് ഇട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് പറയാൻ കാര്യം, ഇതൊന്നും കാണുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. I mean, when these things happen, hallelujah, we should not be worried. ഈ യുദ്ധങ്ങളും ക്ഷാമങ്ങളും അതുപോലെ പ്രോസിക്യൂഷൻ ഇങ്ങനെയുള്ള എല്ലാം സംഭവിക്കേണ്ടതാണ്. അത് ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. I mean, everything about what is going to happen is written and it shall come to pass. പക്ഷെ നമുക്കൊരു പ്രത്യാശ കിട്ടണമെങ്കിൽ ഈ റെവലേഷൻ 5 വായിച്ച് നമ്മൾ ഹല്ലേലൂയ ബലം പ്രാപിക്കണം. I mean, in order for us to sustain, we should read this book and overcome it. ഈ 6-ാം അധ്യായത്തിൽ തന്നെ ഈ നമുക്ക് ചിലടത്ത് അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ, നല്ലതായ ദൈവത്തെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കുഞ്ഞാടിന്റെ മുൻപിൽ നിൽക്കുന്നത് അത് നമുക്ക് വായിക്കുവാൻ കഴിയും. Hallelujah. When the 5th seal was opened, hallelujah, the sight of the martyrs which are slain for the word was revealed. Hallelujah. We'll get the idea what happened to those who die for Christ, and it is written, hallelujah, about them in the 5th seal when it was broken. 6-ാം അധ്യായത്തിന്റെ 11 പറയുന്നുണ്ട്, അവർക്കൊക്കെ വെള്ള നിലയങ്കി കൊടുത്തു, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാർക്കും വന്നതുകയെ പോലും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പായോടൊന്ന് വായിക്കുവാൻ കഴിയും. So in Revelation 6:11, and there was given to each of them a white robe, and they were told that they should rest for a little while longer until the number of their fellow servants and their brethren who were to be killed, even as they had been, would be completed also. അതിന്റെ 9-ാം വാക്യത്തിലാണ് അവർ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തം, കണ്ടോ, ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. Amen. Hallelujah. When the 5th seal was opened, the sight, hallelujah, where the first 4 seals were all about destruction, pestilence, but when the 5th seal was opened, hallelujah, the priest, hallelujah, the sight was that those who were slain for the word and those who were slain for the testimony of the Lord Jesus Christ were seen by the prophet, hallelujah, by the John the Revelator, hallelujah. And it was written over here that what they received and what they are waiting for, there is a hope for those who are, because they shall receive something. ദൈവമക്കളെ, നിങ്ങൾ ഈ ലൈനിൽ അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ വചനം നിമിത്തവും ആലയ കർത്താവിൻ്റെ നാമം നിമിത്തവും നിങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ചിലപ്പം വീട് പോലും നഷ്ടപ്പെട്ട് നിങ്ങൾ ആഹാരം പോലും ചിലപ്പം കിട്ടാതിരുന്നാലും സ്തോത്രം, ഈ വെളിപ്പാട് പുസ്തകം 5-ാം പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യാശ കിട്ടും. അവിടെ സ്തോത്രം, അവിടെ ഒരു ആരാധന നടക്കുന്നു സ്വർഗത്തിൽ. ഹല്ലേലൂയ. ആ ആരാധനയാണ് ശരിക്കും നമ്മളും ഇവിടെ നടത്തേണ്ടത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. Amen. Hallelujah. When we see this, hallelujah, we should understand that, hallelujah, in our difficult times, in our persecutions, hallelujah, we should be reminded that, hallelujah, the God who sees us, hallelujah, will see us through. And also, hallelujah, there is a worship that happens in heaven, hallelujah, which worships the Lamb, hallelujah, and who is worthy for all the praises, and he also sees those who are persecuted and dying for him, hallelujah, and he is caring for them. ഈ പ്രത്യാശയോടെ നമുക്കായിരിക്കും. നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം 5:5 മടങ്ങി വരാം. ഹല്ലേലൂയ, സ്തോത്രം. അത് വായിച്ചു 5:5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും
ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Revelation 5 verses 5. And one of the elders said to me, "Stop weeping. Behold, the lion that is from the tribe of Judah, the root of David, has overcome, so as to open the book and its 7 seals. And I saw between the throne with the 4 living creatures and the elders a lamb standing as if slain, having 7 horns and 7 eyes, which are the 7 Spirit of God sent out into all the earth." 6-ാമത്തെ വാക്യം കണ്ടോ, രണ്ടും കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 6 മലയാളത്തിൽ വായിച്ചാട്ടോ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിനെ 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ആത്മാക്കളായ 7 കണ്ണും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ 5-ാം വാക്യത്തിൽ കണ്ടില്ലേ പറയുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ഹല്ലേലൂയ, ദാവീദിന്റെ വേരുമായവൻ. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ എന്തുവാ? യോഹന്നാൻ നോക്കുമ്പോൾ കർത്താവിനെ കാണുന്നത് എന്തുവാണ്? ഒരു കുഞ്ഞാടായി. ശരിക്കും ലാമ്പെന്ന് പറഞ്ഞാൽ 1 year old, പക്ഷേ ശരിക്കും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അതിലും അങ്ങ് ചെറിയ കുഞ്ഞായിട്ടാണ് ഹല്ലേലൂയ സ്വതന്ത്ര ലാമ്പിനെ കാണുവാൻ കഴിയുന്നത്. In verses 5 and 6, we see a different image of Jesus Christ. And Jesus Christ in 5, the elder speaks like he is the lamb, and he is stated as the lamb of a lion that is from the tribe of Judah, the root of David, that was overcome so as to open the book and its 7 seals. But when the prophet or the revelator opens his eyes, he sees a lamb that was slain. So in that verses, in the adjacent verses, we hear and see 2 sides, a lamb and a lion. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുവാൻ കഴിഞ്ഞത്? Why did it was seen and heard like that? Image of the lamb and the image of the lion. Hallelujah. Hallelujah. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? Have you thought about that? That is the beauty of the gospel. Hallelujah. അതാണ് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ ബ്യൂട്ടി അവിടാണ് ഇരിക്കുന്നത്. This is where the beauty of the gospel lies. നമുക്കറിയാം യോഹന്നാൻ സ്നാപയോഹന്നാൻ പറഞ്ഞത് ബിഹോൾഡ് ദി ലാംബ് ഓഫ് ഗോഡ്, ഇല്ലേ? ഇതാ ഇല്ലേ ചുമക്കുന്ന കുഞ്ഞാട്. Hallelujah. John the Baptist has stated Jesus Christ as the Lamb of God who is going to carry the sins of the world. ആ കാൽവറിയിൽ കർത്താവ് ലാമ്പായിട്ട് ഹല്ലേലൂയ അറക്കപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ 3-ാം ദിവസം കർത്താവ് ഹല്ലേലൂയ ലയൺ ഓഫ് ജൂഡായി മാറുവാനിടയായി. If Jesus Christ was slain, he was slain as a lamb. Hallelujah. On that cross, on the 3rd day, he rose as a lion out of the grave. Hallelujah. That is the beauty of the gospel. This is the beauty of the gospel. Hallelujah. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. And that should be understood by us. നമ്മുടെ സകല പാപവും കർത്താവ് വഹിച്ചുകൊണ്ട് നമ്മളെ സെറ്റ് ഫ്രീ ആക്കി ഈ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He set free and dying on the cross. Hallelujah. And he wants us to sit at his right hand. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. We have come here to worship. കർത്താവിന് 7 കണ്ണ്, 7 ആത്മാവുണ്ട്, 7 കണ്ണ്, 7 കോണ്ടിനെന്റിലും കർത്താവിന് കണ്ണിരിക്കുന്നു. He has 7 eyes. Hallelujah. And his eyes is over everywhere. കർത്താവ് ഓംനിപൊട്ടന്റും ഓംനിപ്രസന്റുമാണ്. He is omnipotent and omnipresent. അതാണ് ഈ കണ്ണിനെയും ആ ശക്തിയെയും കാണിക്കുന്നത്. When that shows the strength of his eyes. He is a sovereign Lord. He is a sovereign Lord. Sovereign means എന്തുവാണ്? He is the supreme control over every situation. Hallelujah. 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 ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഹല്ലേലൂയ നമുക്കെന്തെല്ലാം ഉണ്ടായാലും അതിനെയൊക്കെ ഹല്ലേലൂയ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Everything that happens under his control, and he knows everything and he controls everything. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. When Jesus said to his disciple, he said and stated that, hallelujah, you will have sufferings, but I have overcome this world. ഇന്ന് നമ്മൾ പാടിയ ഒരു പാട്ട് ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും ലേറ്റ് ആയിട്ട് വന്നവർ കേട്ടോന്നറിയത്തില്ല. ഹല്ലേലൂയ. And the angels sing holy. ആ പാട്ട് ഹല്ലേലൂയ ഈ Revelation chapter 5 നിന്ന്
ആ വേർഡ് കൊണ്ട് എഴുതിയ പാട്ടുകളാണ്. Amen. The song which we sang, hallelujah, is from the word. ഇനി നമുക്ക് ഹല്ലേലൂയ സമയം മുന്നോട്ട് പോലും എങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നെന്നുള്ളത് മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. Amen. How we should worship is in Revelations. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം 8-ാം വാക്യത്തിൽ 7 തൊട്ട് 8 വരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ Amen. 8. സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ കയ്യിൽ ഒരു ഹല്ലേലൂയ എന്തോ ഇരിക്കുന്നു, ഒരു സ്ക്രോൾ ഇരിക്കുന്ന കാണുവാനിടയാണ്. Amen. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. ബ്രദറുകാരല്ല, ചില ആൾക്കാരുണ്ട് യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നവർക്ക് ഈ വാക്യം പറഞ്ഞു കൊടുത്താൽ മതി. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. അതിന്റെ 8-ാം വാക്യം 7 വെട്ടും 5, 7. And he came and took the book out of the right hand of him who sat on the throne. When he had taken the book, the 4 living creatures and the 24 elders fell down before the Lamb, each one holding a harp and a golden bowl full of incense, which are the prayers of the saints. And they sang a new song, saying. നമുക്കറിയാം ദൈവത്തിന്റെ ഫസ്റ്റ് കമാൻഡ്മെന്റ് തന്നെ എന്തുവാണ്? നിന്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. The first commandment is that നമസ്കരിക്കാവൂ. you shall worship the Lord your God only. എന്നാൽ ഇവിടെ കുഞ്ഞാടാരാ? കുഞ്ഞാടിനെ നമസ്കരിച്ചല്ലോ സ്വർഗത്തില്. ഇവിടല്ല, സ്വർഗത്തിൽ കുഞ്ഞാടിനെ ദൂതന്മാര്, സകല ദൂതന്മാരും ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം 1000 into 1000 into 1000, 10,000 into 1000 അത്രയും ദൂതന്മാരും അവിടെയുള്ള 4 ജീവികളും 24 മൂപ്പന്മാരും അവര് വീണത് ഹല്ലേലൂയ കുഞ്ഞാടിനെ നമസ്കരിച്ചു എന്ന് വായിക്കുവാനിടയായി പിതാവിനെ. Amen. We see about the worship that happens in heaven, and the worship is towards the Lamb. Hallelujah. And we see that the 24 elders, the angels and the creatures all worship the Lamb, hallelujah, that was slain. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, കുഞ്ഞാടേ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. Worthy are you to take the book and to break its seal, for you were slain and purchased for God with your blood men from every tribe and tongue and people and nation. You have made them to be a kingdom and priests to our God, and they will reign upon the earth. അവിടെ പിന്നെ എഴുതിയിട്ടുണ്ട്, ഒരു പുതിയ പാട്ട് അവർ പാടുന്നുവെന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നു. പുതിയ പാട്ടെന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഓൾഡ് എന്നുള്ള ഓപ്പോസിറ്റ് അർത്ഥത്തിലല്ല, പഴയ എന്നുള്ള അർത്ഥത്തിലല്ല. പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ ആ ന്യൂനെസ്സിനെ കാണിക്കുന്നു. Amen. Hallelujah. Again, it said about the song they are going to sing. They are going to sing a new song. Amen. Hallelujah. ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആ ബ്രെഡ് ഏറ്റവും നല്ലതാണോ എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പയറി ആയതാണോ എന്ന് ഞാൻ നോക്കും. ഇന്നുണ്ടാക്കിയ ഹല്ലേലൂയ ബ്രെഡ് ഞാൻ എടുക്കുവാൻ ശ്രമിക്കും. Amen. When I go to a bakery, hallelujah. When I go to a bakery, I choose a bread, and usually I take the bread which is being made today or the day that I go, so that I get the fresh bread for my eating. ഇവിടെ ഹല്ലേലൂയ പറയുന്നത് ഭാഷയിലും വംശത്തിലും ജാതികളും കണ്ടോ, ജാതി വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ ഒരു സഭയെ കർത്താവ് വിലയ്ക്ക് വാങ്ങുവാനായിട്ട് കർത്താവ് ആ കാൽവറിയിൽ യാഗമായി തീർന്നു. I mean, here it says that all nations, all tribes shall sing together. So there will be no difference in heaven, hallelujah, regarding who is going to worship. നമുക്കറിയാം വർഷിപ്പ് നമ്മുടെ നാട്ടിലൊക്കെ വർഷിപ്പ് ലീഡേഴ്സൊക്കെ വർഷിപ്പ് ചെയ്യുന്നത് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സ്വർഗത്തിലെ വർഷിപ്പ് രീതിയിലല്ല എന്ന് നമുക്കിത് പഠിക്കുമ്പോൾ മനസ്സിലാവും. കാരണം അവര് ദൈവം ചെയ്ത നന്മകളെയൊക്കെ ഓർത്തും ഹല്ലേലൂയ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഓർത്താണ് ഈ ലോകത്തിലെ വർഷിപ്പ് ലീഡേഴ്സ് വർഷിപ്പ് ചെയ്യുന്നെങ്കിൽ ഇവിടെ 2 കാരണത്താലാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്. കാര്യം ഒന്ന്, ആ കുഞ്ഞാട് ആ കാൽവറി ചെയ്ത റിഡംഷനെ ഓർത്ത് ഹല്ലേലൂയ സകല മാനവജാതിയെയും വിടുവിച്ചതിനെ ഓർത്താണ് ആ സ്വർഗത്തിലെ worship. അതാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. Amen. There is a difference of worship that happens. Hallelujah. In earth we worship the God, hallelujah, because the good things he did in our life. While in heaven the worship is regarding his redemption and regarding the price he paid, and that is the worship that is happening in heaven. Amen. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ്
ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കർത്താവിന്റെ ആ ഹോളിനെസ് കണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. Amen. God is seated on the throne. Our Lamb is seated on the throne, and looking at His holiness, they are worshiping Him. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, മുമ്പേ പാടി ആ പാട്ട് പാടി നമുക്ക് ആ ദൈവത്തെ നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. And the angels, hallelujah, Holy, your creations cry. Holy, you are lifted high. Holy, holy forever. And the angels cry, holy, your creations cry. Holy, you are lifted high. Holy, holy forever. Your name is the highest. your name is the greatest. Your name stands above them all thrones and dominions, all powers and positions. Your name stands above them all. And the angels cry, holy, your creations cry. holy, you are lifted high. Holy, holy forever. Your people sing, Holy to the King of Kings. Holy, you will always be. holy, holy forever. നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവ് യേശുക്രിസ്തു എന്ന നാമമുള്ള കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരുന്നു. ഹല്ലേലൂയ. ആ കർത്താവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാം ദൈവത്തെയും നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. Let's worship Him again. Hallelujah. Who is seated on the right hand of our God, at the right hand of God.